ജൂൺ 23 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ജോസഫ് കഫാസോ, വിശുദ്ധ അഗ്രിപ്പീന, വിശുദ്ധ കൺകോർഡിയൂസ്, വിശുദ്ധ ജോൺ, വിശുദ്ധ എദൽഡ്രഡ, വിശുദ്ധ ഫെലിക്സ്. വിശുദ്ധ ജോസഫ് കഫാസോ 1811 1860 കാലഘട്ടത്തിലാണ് വിശുദ്ധ ജോസഫ് കഫാസോ ജീവിച്ചിരുന്നത്. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ആത്മീയ പിതാവായ വിശുദ്ധ ജോസഫ് കഫാസോ ഇറ്റലിയിൽ കാസ്റ്റൽനോവയിൽ 1811 ജനുവരി 15 ജനിച്ചു. കുട്ടിയായിരിക്കുമ്പോൾ കൊച്ചു വിശുദ്ധൻ എന്നാണ് ജനങ്ങൾ അവനെ വിളിച്ചിരുന്നത്. കുടുംബം ദരിദ്രമായിരുന്നെങ്കിലും അവന്റെ സാമർഥ്യവും ഉത്സാഹശീലവും ദൈവഭക്തിയും നിമിത്തം 22-ാമത്തെ വയസ്സിൽ അവന് വൈദികനാകാൻ കഴിഞ്ഞു. അദ്ദേഹം ടൂറിൻ സെമിനാരിയിൽ പ്രീഫെക്റ്റും സന്മാർഗശാസ്ത്ര അധ്യാപകനുമായി ജോലി തുടങ്ങി. അവസാനം റക്ടറുമായി. ഇറ്റലിയിൽ വൈദിക ലോകത്തെ പവിഴമെന്നാണ് ഫാദർ കഫാസോ അറിയപ്പെട്ടിരുന്നത്. വൈദികരും മെത്രാന്മാരും രാജകുമാരന്മാരും തൊഴിലാളികളും ഒക്കെ അദ്ദേഹത്തിന്റെ അടുക്കൽ കുമ്പസാരിക്കാൻ താല്പര്യം പ്രകാശിപ്പിച്ചിരുന്നു. ഡോൺ ബോസ്കോയ്ക്ക് സെമിനാരി പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ഫാദർ കഫാസോയുടെ സഹായത്താലാണ്. വിശുദ്ധ ജോസഫ് കൊത്തലങ്കോയുടെ ദൈവപരിപാലനാ ഭവനവും ഫാദർ കഫാസോയുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വിഷയമായി. ദരിദ്രരെയും അനാഥരെയുമാണല്ലോ ഫാദർ കൊത്തലങ്കോ സംരക്ഷിച്ചിരുന്നത്. 1947 വിശുദ്ധ കഫാസോയുടെ നാമകരണ ചടങ്ങിൽ 12-ാം പീസ് മാർപ്പാപ്പ ചെയ്ത പ്രഭാഷണത്തിൽ എല്ലാ വൈദികരോടും അദ്ദേഹത്തിന്റെ അക്ഷീണ പരിശ്രമശീലവും ക്ഷമയും കാരുണ്യവും സർവോപരി പ്രാർത്ഥനാ തൃഷ്ണയും അനുവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടു. മാർപ്പാപ്പ ഇങ്ങനെ തുടർന്നു: വൈദികരുടെ ശിക്ഷണവും വിശദീകരണവും എന്ന അതിപ്രധാനവും ഫലസമുദായകവുമായ ജോലിക്ക് ദൈവപരിപാലനയാൽ നിയോഗിക്കപ്പെട്ടവനാണ് വിശുദ്ധ ജോസഫ് കഫാസോ. ജാൻസനിസ്റ്റ് ചിന്താഗതിയിൽ നിന്ന് പീറ്റ്മോണ്ടിലെ വൈദികരെ അദ്ദേഹം സംരക്ഷിച്ചു. പ്രഭാഷണത്തിന്റെ അന്ത്യത്തിൽ തിരുമേനി പറഞ്ഞു: വൈദികരിൽ വിശ്വാസമുള്ള ഒരു ജനതയും ആ വിശ്വാസത്തിന് യോഗ്യരായ വൈദികരും വിശുദ്ധ ജോസഫ് കഫാസോ തന്റെ രാജ്യത്തിനും തിരുസഭയ്ക്കും നൽകാൻ ദൈവത്തിന്റെ മുമ്പാകെ മധ്യസ്ഥം വഹിക്കട്ടെ. ടൂറിന് സെമിനാരി റക്ടറായിരിക്കുമ്പോൾ തന്നെ 1860 ജൂൺ 23 49-ാമത്തെ വയസ്സിൽ ജോസഫ് കഫാസോ ദിവംഗതനായി. വിശുദ്ധനായ ജോസഫ് കഫാസോയുടെ വാക്കുകൾ നമുക്ക് ഇന്ന് വിചിന്തനം ചെയ്യാം. കുരിശിൽ കിടക്കുന്ന രക്ഷകൻ നിങ്ങളുടെ സ്നേഹിതനാണ്. അവിടുന്ന് നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല, നിങ്ങളെ ഉപേക്ഷിക്കുകയുമില്ല. അവിടുന്ന് പ്രത്യാശിക്കുക, സ്വർഗം നിങ്ങൾക്ക് സ്വായത്തമാക്കാം. വിശുദ്ധനായ ജോസഫ് കഫാസോയെ, ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് അനുതപിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അതിനുള്ള കൃപ ലഭിക്കുവാൻ പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.